എങ്ങനെയാണ് റബ്ബിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ നന്ദിയായി തീരുമോ? അതുകൊണ്ട് മാത്രം അവസാനിക്കുമോ? എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി പറയേണ്ടത്? മൂന്ന് കാര്യങ്ങൾ മുഖേനയാണ് ആ നന്ദി നമ്മൾ റബ്ബിനോട് പ്രകടിപ്പിക്കേണ്ടത്. ഒന്നാമതായി, ഞാൻ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധം എനിക്കുണ്ടാവലാണ്. അത് ഞാൻ സമ്മതിക്കണം. എൻ്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ അതാണ് സമ്മതിക്കേണ്ടത്. റബ്ബേ, നീ എനിക്കൊരുപാട് നൽകിയിട്ടുണ്ട് എന്ന്. ഒന്നും തന്നില്ലല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന പരിഭവമല്ല, മറിച്ച് ഒരുപാട് നീ എനിക്ക് നൽകിയല്ലോ റബ്ബേ, എത്രയാണ് നീ എനിക്ക് നൽകിയത് എന്നിങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ സമ്മതിച്ചു പറയണം. അത് നമ്മുടെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിലുണ്ട്, നമ്മുടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനയിലുണ്ട്. അബൂബി നിഅമതിക അലയ്യ, നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ മുഴുവനും ഞാനിതാ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു എന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ ആ ദുആയിൽ നമ്മളത് പറയുന്നുണ്ട്. നമ്മൾ നിത്യവും 2 തവണയെങ്കിലും പറയേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിൽ അതടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കുവാനുള്ളത്. അപ്പൊ റഹ്മാനായ റബ്ബ് എനിക്കൊരുപാട് നൽകിയിട്ടുണ്ടെന്ന ബോധം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, അതെനിക്ക് നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. ഏത് നിഅമത്ത് ഞാൻ അനുഭവിക്കുമ്പോഴും എൻ്റെ റബ്ബാണ് തന്നത് എന്ന ചിന്ത എനിക്കുണ്ടാകണം. അവനെ കുറിച്ച് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം, അവനെ പ്രശംസിച്ചു കൊണ്ടിരിക്കണം, അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. തീർന്നില്ല. മൂന്നാമത്തെ ഭാഗം എന്താണ് നന്ദിയുടേത്? ആ കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അത് തന്ന റബ്ബിന് പൊരുത്തമുള്ള വഴിയിലേക്ക് മാത്രം ചെലവഴിക്കണം. റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളോട് അങ്ങനെയാ നന്ദി കാണിക്കേണ്ടത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും അത് നൽകിയത് റബ്ബാണെന്ന് ഉറച്ച വിശ്വാസത്തോടെ, വിനയത്തോടെ ആ റബ്ബിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ച് അവന് വെറുപ്പുള്ള കാര്യങ്ങളിൽ വിനിയോഗിക്കാതെ അപ്രകാരമാണ് നന്ദി കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണേ എന്ന്. അങ്ങനെ ഓർത്ത് നാം ധാരാളമായി അതിനെക്കുറിച്ചുള്ള വിനയം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ജീവിതത്തിൽ ആ ഒരു ഓർമ്മയോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ 2 ലോകത്തും വിജയം ഉറപ്പാണ്, ഇല്ലെങ്കിൽ പരാജയമായിരിക്കുമെന്ന്